ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടി പാഠം പഠിക്കുമോ എന്ന ചോദ്യമാണ് CPM-കാരോട് ജനങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം CPM-നെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു ഫലമായിരുന്നു. അത് UDF-ന് ഏറ്റവും ആവേശകരമായ ഒരു വിജയമാണ് ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. തളിപ്പറമ്പിലെ ജനങ്ങൾ തീർത്തും വിശേഷിച്ചും CPM-ന്റെ കോട്ടയായിട്ടുള്ള തളിപ്പറമ്പിലെ കേന്ദ്രങ്ങളിലെല്ലാം ആ പാർട്ടിക്കെതിരായ ജനവികാരമാണ് പ്രകടമായിട്ടുള്ളത്. ആ ജനവികാരം തീർച്ചയായിട്ടും ഇവിടെ CPM-നെ തിരുത്തിക്കുന്നതിന് പ്രയോജനപ്പെടുമെങ്കിൽ ആ പാർട്ടിക്ക് രക്ഷയുണ്ടാവും. അല്ലെങ്കിൽ ആ പാർട്ടി ബംഗാളിന്റെ മാതൃകയിലേക്ക് ഇവിടുത്തെ കേരളത്തിലെ CPM-ഉം തകർന്നടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുത്താൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ CPM-നോട് ചോദിച്ചിട്ടുള്ളത്. തളിപ്പറമ്പിൽ വിജയവും അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും അദ്ദേഹത്തിന്റെ തീരുമാനത്തിനും ധാർഷ്ട്യത്തിനും എതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ആ തളിപ്പറമ്പിലെ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ സെക്രട്ടറി മാറും എന്ന ഒരു പ്രതീക്ഷ വരുന്നുണ്ടോ? അണികളൊക്കെ തന്നെ പൊങ്കാലയാണ് MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ. പോസ്റ്ററുകളായും ബാനറുകളായും ഫ്ലക്സായും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദൻ മാറും എന്നൊരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അത് പറയാൻ ഞാനിപ്പോ ആളല്ല. കാരണം ഞാനിപ്പോ ആ പാർട്ടിയിലില്ല. ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതാണ് പറഞ്ഞത്. ഇതിൽ പാഠം പഠിക്കാൻ ആ പറ്റാൻ തയ്യാറാകുമോ? തുടരാൻ യോഗ്യനാണ്. അത് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. ഈ തിരിച്ചടിയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് ഈ CPM-ന്റെ സെക്രട്ടറി നയിക്കുന്ന ഈ ഘട്ടത്തിലാണല്ലോ. അതിന്റെ പാഠം പഠിക്കുക എന്ന് പറയുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടി CPM സ്വീകരിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു താങ്കൾ സംശയിക്കുന്നത് എന്താണ്? MV ഗോവിന്ദനെതിരായ വിധിയാണോ പിണറായി വിജയനെതിരായ ഒരു വിധിയാണോ? ഇതൊരു വ്യക്തിക്കെതിരായിട്ടുള്ളതല്ല. CPM തുടരുന്ന നയത്തിനെതിരായിട്ടുള്ള വിധി. ആ നയം തിരുത്തുമോ? CPM നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകൾ തിരുത്തുമോ? അവരുടെയെല്ലാം ഭാഷ തിരുത്തുമോ? അവരുടെയെല്ലാം ശരീരഭാഷ തിരുത്തുമോ? ഇതാ ജനങ്ങൾ ചോദിക്കുന്നത്. വിനയത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ നേതൃത്വം തയ്യാറാകുമോ എന്നാണ് എന്നോടൊക്കെ ചോദിക്കുന്നത്. അതാണ് ഇനി അവർ പുനഃപരിശോധിക്കേണ്ടത്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലേക്ക് വിജയത്തിന് കാരണം അവിടുത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണെന്ന് ഉൾപാർട്ടി പ്രശ്നമല്ല. പയ്യന്നൂരുണ്ടായിട്ടുള്ള വിഷയം അവിടെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ. അവിടുത്തെ രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, അവിടുത്തെ പാർട്ടി ഫണ്ട് ഉണ്ടായിട്ടുള്ള അവ്യക്തതയും തിരിമറിയാണ് കുഞ്ഞികൃഷ്ണൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ജനം വിശ്വസിച്ചത്. അതിന്റെ അർത്ഥം എന്താ? പാർട്ടി ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക്, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് ജനം വിശ്വസിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ജനം വിശ്വസിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് പയ്യന്നൂരുണ്ടായത്.